ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ മുളകിട്ടതാണ്. അയല മുളകിട്ട കറിയാണ്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. ഇത് നല്ലോണം മൂത്ത് വരണം. ഉലുവയുടെ ഒരു മണം ഒന്ന് തുടങ്ങും. നല്ലോണം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതാക്കി കനം കുറച്ച് എറിഞ്ഞതാണ്. ഇത് ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം. നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച്. ഇത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നടുക്കി കൂടിയതാണ്. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞൊരു പേസ്റ്റ് പരുവത്തിലായിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കണം. നല്ലോണം നല്ലൊരു തിള വരണം. നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് മീനിലും ആണെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. മീനിൻ്റെ നല്ലോണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോംബോ ആണ്. പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.